ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സാൻറ്റോൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെയാണ്. അതെ, സ്വീറ്റ് സാൻറ്റോൾ എന്നാണ് നമുക്ക് ഇത് തന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു. എന്നാൽ ഇതുമേ നമ്മൾ വാങ്ങി നടുമേ ഇത് ഗ്രാഫ്റ്റോ ബഡോ എന്തായിരുന്ന ഒരു തൈയാണ്. അപ്പോൾ ഇതുമേ ഓൾറെഡി കായ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഒരു പകുതി മൂപ്പത്തി കഴിഞ്ഞപ്പോൾ ആ കായ കൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ ചെടി നന്നായിട്ട് നമ്മൾ വളം കൊടുക്കുകയും കാര്യങ്ങളും ലിക്വിഡ് വളമൊക്കെ കൊടുത്ത് അസലായിട്ട് വലുതാവുകയും കാര്യങ്ങളും ചെയ്തു. പക്ഷെ പൂത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പല നഴ്സറികളിലും കാര്യങ്ങളിലും അതുപോലെ വീടുകളിൽ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ കയ്യിലുള്ളതൊക്കെ ഇത് ഗുണമില്ലാത്തൊരു ഫ്രൂട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കായ്ക്കുന്നില്ല, വർഷങ്ങളായി. ചിലർ പകുതി വെട്ടിക്കളഞ്ഞേക്കണം, ചിലർ കട വെട്ടിക്കളഞ്ഞേക്കണം. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഇതിവിടെ നിർത്തിയിട്ട് എന്ത് കാര്യമെന്ന്. അങ്ങനെ വന്ന ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം വന്ന് എല്ലാ ചെടിയും ഇങ്ങനെയൊക്കെ പരിശോധിച്ചിട്ട് ഒരു പൂവില്ല, ഒന്നുമില്ല. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അവസാനം എനിക്ക് തോന്നി ഇതെന്നാ നിർത്തിയിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെയല്ലേ പറയണേ. അതും പുളിയനും ഉണ്ട്, മധുരമുള്ളതും ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ ശരിക്കും പടർന്ന് നിൽപ്പുണ്ടായിരുന്നു. നല്ല തണലൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനെ നിർത്തിയിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടെ ഒരു അബിയു വെച്ച് കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ തല കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒറ്റ വെട്ടിൽ വെട്ടി കളയണ്ട, നമുക്ക് ഇവനെ ഒന്ന് പേടിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ച് താഴെ ഞാൻ ഇത് കണ്ട വെട്ടാൻ വേണ്ടി. അല്ലാണ്ട് സാധാരണ ആൾക്കാർ മോതിരവളയവും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് മോതിരവളയമൊന്നുമല്ല. ഞാൻ ഇതിനെ തല വെട്ടാൻ കൊണ്ടുവന്ന വാക്കത്തി എടുത്തിട്ട് ഇതുപോലെ വെറുതെ തൊലി ഈ മരത്തുമ്മയും കൂടി പോവാൻ മാതിരി ഞാനിട്ട് വെട്ടി കളഞ്ഞു. പക്ഷേ അതൊന്നും ഇവർക്ക് പ്രോബ്ലം അല്ല എന്ന് പറയണത് ഇത് കണ്ട. ഇപ്പോൾ അവർ അവിടെ തൊലി വരുത്തി ഇനി ഇതിപ്പോൾ ഫുള്ളായിട്ട് തൊലി കവർ ചെയ്യും. ഒരു അടുത്ത കൊല്ലം വരുമ്പോഴേക്കും ഫുള്ളായിട്ട് തൊലി കവർ ചെയ്യും. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ചെടി മോള് വശം കട്ട് ചെയ്തു. ഇവിടെ കളയാനുള്ള ഒരു നീക്കത്തിലാണ്. ചെടിക്ക് മനസ്സിലായപ്പോൾ ചെടി അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴേക്കും ചെടി ഒരു മെല്ലെ പൂത്തു, ഒരു കൊമ്പ്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ട, ഇപ്പം നിറയെ പോവാ. ഇത് റോഡിലേക്ക് നിന്നിട്ട് ഞാൻ മെല്ലെ വലിച്ചു കെട്ടിയിട്ടത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ വേറെ ഒരു പാർട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അടുത്തുണ്ട് ഇത്. അപ്പോൾ അതുമ്മേ അവരുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. അപ്പോൾ മഞ്ഞയായിപ്പോൾ കൂടുതലും പുളിയാണ്, എന്നാൽ ചെറിയൊരു സ്വീറ്റ് വേണമെന്നോ. എന്നാൽ ഇതിൻ്റെ റെഡ് ഉണ്ട്, അതാണെങ്കിൽ സ്വീറ്റ് ആയിരിക്കും എന്ന് പറയണു. അപ്പം നമുക്കിത് റെഡാണോ? പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ ഇല പഴുക്കുമ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് ഫ്രൂട്ട് ആയിരിക്കും, സ്വീറ്റ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് റെഡ് ആണെങ്കിൽ യെല്ലോ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഇല ഒന്ന് കാണിച്ചു തരാം. അത് എവിടെ ഒരു ഇലയുണ്ട്, അവിടെ അദ്ദേഹത്തെ ഇവിടെ പറിച്ചേ. ഇത് ഫുൾ റെഡായിട്ട് നിൽക്കണേ കണ്ട. അപ്പോൾ നമുക്ക് അതൊന്നും എന്നാൽ രണ്ട് വിധത്തിലും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വേറൊരാളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഇല റെഡാണ്, പക്ഷെ അവരുടെ സ്വീറ്റാണ്. അപ്പോൾ ഇതിന് ജ്യൂസ് അടിക്കാം, അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. അച്ചാറിടാം, അതുപോലെ തന്നെ പുളിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ എന്തായാലും കണ്ടു നമ്മളുടെ നിറയെ പൂത്തണ്ട എല്ലാ ശിഖരങ്ങളും പോകും. അതിന്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെയൊക്കെ കമ്പുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ശിഖരങ്ങൾ മുളച്ചു വന്നേമേ ഒക്കെ നിറയെ പോവാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഫ്രൂട്ടാവുമ്പോൾ നിങ്ങളെ എന്തായാലും കാണിച്ചിരിക്കും. അപ്പോൾ ഇത് സ്വീറ്റ് ആണ്. ഒരുപാട് കായ്കളുണ്ട്, ഉണ്ടാകും എന്നാണ് പറയുന്നത്. 20,000-ഓളം കായ്കൾ ഒരു മരത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ മരമാവണതാണ്, വലുതായിട്ട് പോകും. പക്ഷെ നമ്മളുടെ അത്ര വലിയ മരമായി മാറിയിട്ടുണ്ടായില്ല, നിറയെ ശിഖരങ്ങളായിട്ട്. പിന്നെ അത് സൺലൈറ്റും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും. ഒരു പക്ഷെ നമ്മളൊരു മാവിന്റെ ചോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ അതിന് ഫ്രണ്ടിൽ തന്നെ നമുക്കറിയില്ല ഇത് എന്തോരം വല്ല കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് എന്തായാലും നമ്മളിപ്പോ ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ശിഖരങ്ങൾ വന്ന് ഇപ്പൊ ഇതൊക്കെ പോവാം. ഇതുപോലെ ശിഖരങ്ങൾ വന്ന് നമുക്ക് ചെറിയ ചെടിയായിട്ട് നമുക്ക് ഇതിനെ വളർത്താമെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ പുഷ്പിച്ച് എല്ലാം ഇത് കണ്ട നമ്മൾ റംബുട്ടാൻ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ വന്ന ശിഖരങ്ങളിൽ കായ ഉണ്ടാവണ മാതിരി നിറച്ച് പൂത്തിട്ടും. അപ്പോൾ നമുക്കിത് സ്വീറ്റ് ആണോ അതേ പുളിയനാണോ എന്താണോ എന്ന് നമുക്ക്
കാത്തിരുന്ന് കാണാം. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പല ഉപയോഗങ്ങളും കാര്യങ്ങളും ജ്യൂസ് അടിക്കാനും അതുപോലെ അച്ചാറിടാനും മീൻകറിയിലിടാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പുളിയനാണെങ്കിൽ അത് കുടംപുളി പോലെ യൂസ് ചെയ്യാമെന്നോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടു. അപ്പം ഇതിനകത്ത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പലരും വീട്ടിൽ ഈ സാധനം ഉണ്ടെന്ന് തോന്നും. അപ്പം അതുപോലെ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾക്കും അതൊരു ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്കും ഇത് വെച്ച് പിടിപ്പിക്കണ്ടേ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലാക്കാം. അപ്പം അതുപോലെ പിന്നെ ഇതിനെ എന്തൊക്കെയോ ഞങ്ങൾ നോക്കി മനസ്സിലാക്കിയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡുണ്ട്. ആ സീഡ് ഒരു കാരണവശാലും കഴിക്കരുതെന്നൊക്കെ പറയണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്നവരൊക്കെ നമുക്കും പങ്കുവെച്ച് തരാം. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ ഫ്രൂട്ടാവുമ്പോൾ നമുക്കിത് എങ്ങനെ എന്ത് ടേസ്റ്റ് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അതിനുശേഷം പുതിയ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ വീട്ടിലെ സ്പേസ്, നമ്മുടെ പറമ്പിലൊക്കെ എന്തോരം, നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനത്തെ പ്ലാന്റ് വെച്ചാലാണ് നമുക്ക് കൂടുതൽ ഗുണം, അല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, എനിക്ക് തണൽ വേണം. അപ്പം തണൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സൂപ്പർ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ കാര്യങ്ങളും കൂടുതൽ വിശദീകരണങ്ങൾ തരാൻ നമുക്ക് ഫ്രൂട്ടായിട്ടില്ല. അപ്പോൾ അത് ഫ്രൂട്ടായി കഴിയുമ്പോൾ പറയാം. അപ്പോൾ തണലും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ശരിക്കും നല്ല വലിയ ഇല, ഒത്തിരി ആൾ ഈ ഇല ഇങ്ങനെ പഴുക്കാതെ നിൽക്കും. ഇതിൻ്റെ മരവും ഫർണിച്ചറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ ചിതൽ വരില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. ശരിക്കും വലിയ 30-40 അടി പൊക്കത്തിലൊക്കെ നിൽക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് മരം നമുക്ക് ഇപ്പോൾ പ്ലാവുമ്മ ചക്ക ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ പഴയ സൈസ് പ്ലാവുകളാണെങ്കിൽ അതിൻ്റെ തടി നമുക്ക് ശരിക്കും യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെയുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ പലരുടെയും വീട്ടിൽ പല ചെടികളും കായ്ക്കാതെ പൂക്കാതെ നിൽക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ പല കമൻറ്റുകളും കാര്യങ്ങളുമായിട്ട് വാട്സാപ്പിലൊക്കെ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. ഇപ്പം നമ്മൾ ശൂന്യമാണ്, നമുക്ക് വെട്ടിക്കളയാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് കളയാതെ, ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാതെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പൂത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് അതിൻ്റെ ഫലം പുറപ്പെടുവിച്ച് കിട്ടുന്നത്, എന്താണ് നല്ലതാണോ കിട്ടുമോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. 1-2 വർഷം ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമോ കിട്ടില്ല എന്നറിയാം. നമ്മളെന്തായാലും നട്ടതല്ലേ. അതെ, ഏതായാലും നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒറ്റ കട്ടിങ്ങിൽ കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുണമില്ല എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്ന എന്നോട് പല പ്രാവശ്യം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിത് ഇത്രയും നമ്മൾ നട്ടു വളർത്തി ഞാൻ ഒരുപാട് വളമൊക്കെ ചെയ്ത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ സൂര്യപ്രകാശം കുറച്ചുകൂടി കുറയാണ്. ഇവിടെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേരെന്തെന്നാ, മിറാക്കിള് ചെറുതായിട്ട് പൂത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ. ഇതിനകത്ത് ഞാനത് കഴിഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ ശിഖരങ്ങൾ വന്നു. ആദ്യം വന്ന ശിഖരങ്ങളൊക്കെ സൂത്രത്തിൽ കൂടെ ഞാൻ കാണാതെ കളഞ്ഞു. ഇതൊക്കെ അതാണ് ഞാൻ കുറേ അടർത്തി കളഞ്ഞു. ഇതൊക്കെ ഞാൻ കാണാതെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ സൂത്രത്തിൽ കൂടെ ഒരാള് ശിഖരങ്ങൾ കട്ട് ചെയ്യുന്നു, മുളച്ചു വന്നത് കട്ട് ചെയ്ത് കളഞ്ഞുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് പൂത്തത് കണ്ടത്. ഇപ്പൊ എല്ലാ ശിഖരങ്ങൾ വന്നേലും പോവാണ്. ഭയങ്കര വളർച്ചയുള്ള ഒരു പ്ലാന്റ് എന്തായാലും കൊള്ളാം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ചെറിയ പൊക്കത്തിൽ ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടായി കിട്ടാന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലാതെ ഇപ്പൊ ഇവിടെയൊക്കെ നിറച്ചായി നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഏതായാലും ഇതിനിപ്പോ ഒരു പക്ഷേ ഇത് പുളിയനായാലും ഞാനിത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അതെനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ ബോധിച്ചൊരു ഫ്രൂട്ട് ആ ഒരു മരച്ചെടിയാണ്. കാരണം ഇതുപോലെ പൂത്ത് കാര്യങ്ങൾ തരാന്ന് വെച്ചാൽ അപ്പൊ ഇവിടെയൊക്കെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണ കണ്ട നമുക്കതൊരു അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഇവനെ ഇതിന്റെ എല്ലാ കൂമ്പിലും ഇവിടെ കണ്ട ഇങ്ങനെ എല്ലാ സ്ഥലത്തും തന്നെ എല്ലാ കൂമ്പിലും പൂമുട്ടുകളാണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഇതെല്ലാം കൂടി കായ്ച്ചു കിടക്കണ കാണാൻ. പിന്നെ ഇതുപോലെ ഇപ്പൊ നമ്മൾ പ്ലാവിന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുകയും സംശയങ്ങൾ ഞാൻ ശരിക്കും മറുപടി കൊടുത്ത് അവശതയായെന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങളിപ്പോൾ പ്ലാവിൻ്റെ ആയാലും ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്താലും നമ്മൾ ഈ സംശയങ്ങളെല്ലാം കൂട്ടി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അപ്പം നിങ്ങൾക്കും ചോദ്യം ചോദിക്കുന്ന ആൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അതൊരു ഉപകാരമാണ്, ഞങ്ങൾക്ക് ഉപകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും വേറെ ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഏത് വീഡിയോയിലായാലും ഇപ്പോൾ ഈ പ്ലാവിൻ്റെ ആയാലും ഈ വീഡിയോയിൽ പറയുന്നതിന് കുഴപ്പമില്ല. നമുക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂട്ടി അടുത്തൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രമിക്കും. പിന്നെ പ്ലാവ് നടുന്നതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി
പ്ലാവെല്ലാം നട്ടു, ഇനി നടാൻ സ്ഥലമില്ല, അതുകൊണ്ട് നട്ട് കാണിക്കാനുള്ള ഒരു നിർവാഹം കുറവാണ്. നട്ട് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പ്ലാവും തൈ നമുക്ക് നടേണ്ട കാര്യമില്ല. നമ്മൾ പല വെറൈറ്റികൾ നമ്മളിപ്പോൾ കൊല്ലത്ത് പോയിപ്പോൾ ഒരു 6 or 8 വെറൈറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ ചെറിയ തൈകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായി, അത് ഓരോ വെറൈറ്റികളാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയും പ്ലാവിനെ ഒരുപാട് നട്ടുപരിപാലിക്കാൻ ഉദ്ദേശിക്കാനില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 100-105 ഞാൻ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 6-7 നമ്മൾ കൊല്ലത്ത് പോയിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പല ടൈപ്പ് പ്ലാവുകളാണ്, അതെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പ്ലാവ് അതിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റീഫൻ ചേട്ടൻ്റെ ഫേവറേറ്റ് റോസ്. അപ്പോൾ എനിക്ക് ചെടികളോടൊന്നും വലിയ താല്പര്യമില്ല. നല്ലോണം പൂത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇഷ്ടമൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് വ്യത്യാസം എനിക്ക് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണിന് കുളിർമ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇതിനെ പരിചരിക്കുന്നത് കൂടുതൽ ഞാനാണ്. ഇതിൻ്റെ ഈ പൂക്കൾ കണ്ട, ഇപ്പം അതെ ഈ കൊലയിൽ 4 പൂവുണ്ട്, ഇതിൽ 2 ഉണ്ട്. ഇതെല്ലാം മുട്ടുകളാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം ഇത് തീരെ കണ്ടപ്പോൾ ഒരു 2-3 ദിവസം കൂടി ഇത് നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. പക്ഷേ ഇപ്പൊ ചേച്ചി പറഞ്ഞത് കട്ട് ചെയ്യരുത്, അതിന്റെ ഒരു കൊമ്പ് മൂപ്പിച്ച് വേണോന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ കട്ട് ചെയ്യും, എന്നാലേ ഇതുമ്പോൾ പൂവുണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ നിൽക്കണതിൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പൂവാണ്, ഒരു വെറൈറ്റി റോസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ കുറച്ചും കൂടി മേടിച്ച് നട്ട് സംരക്ഷിക്കണമെന്നൊരു താല്പര്യമുണ്ട്. ഇത് ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ഫാമിൽ നിന്ന് വാങ്ങിയ സംഭവമാണ്. അപ്പോൾ ഏതായാലും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ ഒരു പേരെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തുകൊണ്ടോ അത് കായ്ച്ചില്ല. അത് 1 കൊല്ലം കൊണ്ട് കായ്ച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലം 4 കൊല്ലമായി 3 കൊല്ലമായി. പിന്നെ നമ്മൾ പ്ലാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ, അങ്ങനെ മഞ്ഞളിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് എടുത്ത് തരാം. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കൂ. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കേട്ടോ. അതിൽ പൂവുണ്ടായിരിക്കണേണ്ട, ഇതാണ് ചെറിയ ചെറിയ പൂ. പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, സ്വാഭാവികമായിട്ട് തന്നെ പൂത്തതാണ്. അതിനെന്തോ ഒരു മരുന്നുണ്ട് പൂത്തിട്ടില്ലെങ്കിലെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പൊരു ഫാം വിസിറ്റിൽ അറിയാൻ കഴിഞ്ഞായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും ചെയ്തില്ല, അതിനു മുമ്പ് തന്നെ പൂത്തു. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഷെയ്ഡിൽ വളരുമെന്നാണ് ഞാനിത് അറിഞ്ഞിരുന്നത്. പക്ഷേ ഇതിന് അത്യാവശ്യം സൺലൈറ്റ് വേണമെന്നുള്ളത് മനസ്സിലാക്കി. കാര്യം ഇവിടെ ഒരു ചാമ്പമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചാമ്പമരത്തിൻ്റെ കൊമ്പൊക്കെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലാണ് പൂ പിടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.